നമസ്കാരം. ഏപ്രിൽ 7 മുതൽ മെയ് 12 വരെയുള്ള 10 പകലുകളിൽ ഇന്ത്യൻ ജനത ചെയ്ത ഓരോ വോട്ടും ആർക്കാണ് മൂല്യം നൽകുന്നതെന്ന് അറിയാനുള്ള നേരമായി. അത് നരേന്ദ്രമോദിയെയോ രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ ചാമ്പ്യനാക്കുക എന്നറിയാനുള്ള മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വോട്ടെണ്ണി തുടങ്ങാൻ വെറും 13 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ വലിയ താല്പര്യത്തോടെ തന്നെയാണ് എല്ലാവരും ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നതെന്ന് വ്യക്തമാണ്. മലയാളിക്ക് നമുക്കെല്ലാം മറ്റൊരു താല്പര്യം കൂടിയുണ്ട്. ദേശീയ തലത്തിൽ ആരെയാണ് ചാമ്പ്യനാക്കുന്നത് എന്നതിനൊപ്പം അന്ന് തന്നെ ചെയ്ത വോട്ട് കേരളത്തിൽ 20-ൽ എത്ര എന്ന ചോദ്യത്തിന് എത്ര നേടും UDF, എത്ര നേടും LDF എന്ന ചോദ്യത്തിന് കൂടി നമുക്ക് ഉത്തരം തരേണ്ടതുണ്ട്. അതിലും പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്നൊരു കാറ്റ് ദേശീയ തലത്തിൽ വീശുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ എന്ത് ചലനമുണ്ടാക്കുന്നു എന്നുകൂടി നോക്കണം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൂട്ടലുകൾ അതുപോലെ സർവേ ഫലങ്ങളുടെ ഒരു ആകത്തുകയിലേക്കാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ നേരത്തിൽ കടക്കുന്നത്. ഇന്ത്യ ആർക്ക്? ഇന്ത്യ ആർക്ക് എന്ന് ചോദിച്ചാൽ വ്യക്തമായി തന്നെയും അത് രണ്ട് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നത് വ്യക്തം തന്നെയാണ്. ഈ കാണുന്നത് പോലെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയും അതുപോലെ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി ഈ ഘട്ടത്തിൽ അത്ര ശോഭനമാണെന്ന് കണക്കുകൾ നമ്മളോട് പറയുന്നില്ല. മറിച്ച് നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് സാഹചര്യങ്ങളെന്ന് എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. അത്തരം സർവേ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്നതും വ്യക്തം തന്നെയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു കണക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർവേ ഫലങ്ങളെല്ലാം ഒന്നുകൂടി വിശകലനത്തിന് നമ്മൾ തയ്യാറാക്കുന്നത്. ഹോളോഗ്രാം ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൂടി ഇതാദ്യമായി മലയാളം ടെലിവിഷൻ ചാനലിൽ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ ഹോളോഗ്രാമായി തന്നെ എൻ്റെ ഒപ്പം ഈ അരൂരിലെ വേദിയിൽ കേരളത്തിന്റെ ഡൽഹിയിലും മറ്റുള്ള റിപ്പോർട്ടർമാർ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. എന്തായാലും നമ്മൾ ഈ കണ്ടു ദേശീയ തലത്തിലെ ഒരു പ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കപ്പെടാത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും നമ്മൾ പോരാട്ടത്തിൽ കണക്കുകൾ ആർക്കൊപ്പം നിൽക്കുന്നു, സർവേ കണക്കുകൾ, പോസ്റ്റ് പോൾ സർവേകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന കണക്കിലേക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് തരാം. തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് NDAക്ക് അനുകൂലമാണ് ഈ ഘട്ടത്തിൽ എല്ലാ കണക്കുകളും എന്നതാണ്. അത് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേകൾ എല്ലാം വ്യക്തമാക്കുന്നത് NDAക്ക് അനുകൂലമാണ് കണക്കുകൾ എന്നാണ്. CNIBN മുതൽ NDTV ഏറ്റവും ഒടുവിൽ ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ വരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നരേന്ദ്രമോദിക്കും സംഘത്തിനും നാളെ ശേഷമുള്ള ഏത് പകൽ വേണമെങ്കിലും അധികാരത്തിലെത്താവുന്ന നമ്പർ തരുമെന്ന് വ്യക്തമാക്കുന്നു. ടൈംസ് നൗ CNIBN നൽകിയ കണക്കിലേക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം കടക്കുന്നത്. CNIBN എൻ്റെ മുന്നിൽ കാണുന്ന ഈ CNIBN കണക്ക് പ്രകാരമാണെങ്കിൽ NDAക്ക് ലഭിക്കുന്നത് നോക്കൂ, ഈ ഏറ്റവും വലിയ ഈ 276 എനിക്ക് തൊടാം ആ ഒരു കണക്കിലേക്ക് 276 എത്തും NDA എന്നാണ് അവർ പറയുന്നത്. മറുവശത്തേക്ക് വരികയാണെങ്കിൽ UPA ഈ നീലയിൽ കാണുന്ന ഒരു ചെറിയ ഒരു അനുപാതത്തിലേക്ക് UPA ചുരുങ്ങുന്നുണ്ട്. 97 IBN നൽകുന്നത് UPAക്ക്. അതിനപ്പുറത്ത് മറ്റുള്ളവരെയും കാണാം, ഒരു വലിയ വിഭാഗമായി അവരോട് നിൽക്കുന്നുണ്ട് 148എങ്കിലും. ഇതാണ് യാഥാർത്ഥ്യമാകുന്നതെങ്കിൽ NDAയെ മറികടന്നുകൊണ്ട് അവർക്കൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് എത്തുക ബുദ്ധിമുട്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വലിയൊരു ഷെയർ, ഈ കാണുന്ന വലിയ ഷെയർ എന്തായാലും തീർച്ചയായും NDAക്ക് അനുകൂലമായ സാഹചര്യം നൽകുന്നുണ്ട്. മറ്റ് ചില പ്രധാനപ്പെട്ട സർവേ ഫലങ്ങളും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നു. അതിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ ടൈംസ് നൗവിൻ്റെ ഒരു സർവേ ഫലത്തിലേക്കാണ് നമ്മൾ വളരെ പെട്ടെന്ന് കിടക്കുന്നത്. ടൈംസ് നൗവിൻ്റെ സർവേ ഫലം ഈ കാണുന്ന പോലെ ഈ ഉയർന്നു നിൽക്കുന്ന ഗ്രാഫ് പോലെ NDAക്ക് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും 249 മാത്രമേ ആ കണക്ക് എത്തുന്നുള്ളൂ. അതായത് 272ലേക്ക് ഇനിയും ദൂരമുണ്ട്. ഒരു ഹാഫ് വേ മാർക്കിലേക്ക് എത്തിയിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. നേരത്തെ കണ്ട സർവേയിൽ നിന്ന് വ്യത്യസ്തമായി നീലയുടെ ഒരു ഷെയർ അല്പം വലുതായി നിൽക്കുന്നത് കാണാം. പ്രത്യേകിച്ച് അത് UPA, കോൺഗ്രസ് അടങ്ങുന്ന UPAയുടേതാണ്. 148 സീറ്റ് അവർ നേടുമെന്ന് ഈ കണക്കുകൾ പറയുന്നു. 146 UPAയ്ക്ക് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. മറുവശത്ത് കാണുന്ന ആഷ് കളറിലുള്ള മറ്റുള്ളവർ, ഇടതുപക്ഷവും മറ്റു പാർട്ടികളും ഒക്കെ ഉള്ളത്. എന്തായാലും ഈ ഒരു കണക്കാണ് യാഥാർത്ഥ്യമാകുന്നതെങ്കിൽ നമുക്കറിയാം BJPക്ക് അത്ര എളുപ്പത്തിൽ, NDAക്ക് അത്ര എളുപ്പത്തിൽ സർക്കാർ ഉണ്ടാക്കുക സാധ്യമല്ലെന്നാണ് പറയുമ്പോൾ 249 ഈ വലിയ കണക്ക് അവർ സർവേയിൽ പ്രവചിക്കുന്നുണ്ടെങ്കിലും മറ്റ് സഖ്യകക്ഷികളുടെയൊക്കെ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള പിന്തുണ അവർക്ക് ആവശ്യമായി വരും. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ടൈംസ് നൗ മാത്രമാണ് അത്തരത്തിലൊരു കേവല ഭൂരിപക്ഷത്തിൽ NDA എത്തില്ല എന്ന നിഗമനം നടത്തിയത്. മറ്റു ചില സർവേ കണക്കുകൾ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ടുഡേ ഉൾപ്പെടെ നടത്തിയ സർവേകൾ വ്യക്തമായ ആധിപത്യം, ഈ കാണുന്ന പോലെ വ്യക്തമായ ആധിപത്യം. ഇന്ത്യ ടുഡേ കൃത്യമായി 272 സീറ്റാണ്. ഹാഫ് വേ മാർക്കിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്, എനിക്ക് ഈ കാണാവുന്നത് പോലെ. മറ്റൊന്ന് UPAയുടെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ 115ലേക്ക് അവർ ഒതുങ്ങും. ഈ നീല ഷെയർ കാണുന്നത് കോൺഗ്രസ് അടങ്ങുന്ന UPAയുടെ ആണ്. 115 അവർ ഒതുങ്ങുന്ന സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ 156 നേടുമെന്നും എന്തായാലും ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നു. ഇത് ഒക്കെ വ്യക്തമാക്കുന്നത് തീർച്ചയായും ഇന്ത്യ ടുഡേ സർവേ ആണെങ്കിലും BJPക്ക് അധികാരത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ്. ഒരു സർവേ ഫലം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാം. ഇതേപോലെ തന്നെ
ഇന്ത്യ TV നൽകുന്നതും വളരെ വ്യക്തമായ ആധിപത്യം UPAക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ്. ഇന്ത്യ TV നൽകുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഇന്ത്യ TVയുടെ കണക്കുകൾ നൽകുന്നത് ഈ ഇന്ത്യയുടെ ഈ മാപ്പ് കാണുന്ന പോലെയാണെങ്കിൽ കൃത്യമായി NDAക്ക് വലിയ ആധിപത്യമുണ്ടെന്ന് അവർ വ്യക്തമായി പറയുന്നു. 289 സീറ്റാണ് അവർ ഈ നൽകുന്ന സീറ്റ്. 289 സീറ്റ് അവർ NDAക്ക് നൽകി കഴിഞ്ഞു. മറ്റുള്ളവർ അവിടെ 153 സീറ്റിലും മൂന്നാമത്തെ സ്ഥാനത്താണ് UPA വന്ന് നിൽക്കുന്നത്. കോൺഗ്രസ് ഇറങ്ങുന്ന ഇത്ര താഴെയാണ് അവരുടെ ഈ നീല കാണുന്നതാണ് UPAയുടെ കണക്ക്. 101 അവർ എത്തുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വലിയ ആധിപത്യം, ഈ കാണുന്ന വലിയ ആധിപത്യം അവർ NDAക്ക് ഇവിടെ നൽകുന്നുണ്ട്. ഇന്ത്യ TV എന്നത് വ്യക്തമാണ്. 289 ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നാളെ വൈകിട്ടോടെ തന്നെ ഇതാണ് കണക്കെങ്കിൽ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരു സർവേ കൂടി നമുക്ക് നോക്കാം. NDTV ഏറ്റവും ഒടുവിലാണ് അവർ ഏറ്റവും ഒടുവിൽ മെയ് 12 പോളിംഗിന് ശേഷമാണ് ഒരുമിച്ചാണ് അവർ അതിൻ്റെ ഫലം പുറത്തുവിട്ടത്. അവർ നൽകുന്ന കണക്കും വ്യക്തമായി തന്നെ 279 എന്ന ആധിപത്യം, ഈ പറയുന്ന ആധിപത്യം അവർ നൽകുന്നുണ്ട് NDAക്ക് എന്നത് വളരെ വ്യക്തം തന്നെയാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാം സ്ഥാനത്ത് ഇത്ര താഴെയാണെങ്കിൽ നിൽക്കുന്നത് 161 സീറ്റോടുകൂടി മറ്റുള്ളവർ ഇടതുപക്ഷവും മായാവതിയും ഒക്കെയുള്ള മറ്റുള്ളവരാണ്. UPയുടെ സ്ഥിതി തീർത്തും പരിതാപകരമാണ്. 103 ഈ 103 സംഭവിക്കുന്നതെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനത്തിലേക്ക് കോൺഗ്രസും സഖ്യകക്ഷികളും എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഘട്ടത്തിൽ ഈ സർവേ ഫലങ്ങളൊക്കെ നിൽക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ ഇനി 13 മണിക്കൂറില്ല, കാരണം നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് അത്രയും നേരം കൂടി ഇനിയില്ല നാളെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ. ഈ സർവേ കണക്കുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിലെ സ്ഥിതി എന്ന് പറയാൻ TJ ശ്രീലാൽ എന്നോടൊപ്പം ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നുണ്ട്. ശ്രീലാൽ, തീർച്ചയായും ഈ ഘട്ടത്തിൽ ഡൽഹിയിലാണ് ശ്രീലാൽ നിൽക്കുന്നതെങ്കിലും ഒരല്പസമയത്തേക്ക് ശ്രീലാലിനെ ഇവിടെ അരൂരിൽ ഈ സെൻട്രൽ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോളോഗ്രാം എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതാദ്യമായി മലയാളം ടെലിവിഷനിൽ ഇതാദ്യമായി ഹോളോഗ്രാം എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശ്രീലാൽ എന്നോടൊപ്പം ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ചേരുകയാണ്. ശ്രീലാൽ, എന്തായാലും ഞാൻ 2 പകൽ ട്രെയിനിലിരുന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീലാലിനെ വന്ന് അവിടെ കണ്ടത്. എൻ്റെ അടുത്ത് ഇത്രയ്ക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ടെക്നോളജി. എന്തായാലും ഒരു ഷെയ്ക്ക് ഹാൻഡിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ ശ്രീലാൽ, ഇനി കാര്യത്തിലേക്ക് വന്നാൽ എന്തായാലും കണക്കുകളൊക്കെ BJPക്ക് അനുകൂലമാണ്. പൊതുവിൽ NDAക്ക് യാഥാർത്ഥ്യമാണോ എന്ന് നാളത്തെ പകലേ അറിയൂ. പക്ഷേ ഇതൊക്കെ വെച്ച് തന്നെ വലിയ കണക്കൂട്ടൽ BJP നടത്തുന്നു, NDA നടത്തുന്നു. മറുവശത്ത് ഏറ്റവും ഒടുവിൽ ഇന്ന് ഞാൻ കണ്ടത് റഷീദ് അൽവിയുടെ മമതാ ബാനർജിയെ പ്രധാനമന്ത്രിയാക്കാം, എങ്ങനെയും മാറ്റി നിർത്താം, എന്തൊക്കെ ചർച്ചകളും മറ്റുമാണ് ഈ സർവേകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്? ദാസ്, BJP ആയാലും കോൺഗ്രസ് ആയാലും ഈ സർവേയെ അങ്ങോട്ട് അത്ര കടന്നൊരു വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിരുകടന്ന ആത്മവിശ്വാസത്തിലോ BJPയും അല്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആയിട്ട് ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു ഈ സർവേകളെ. എന്നാൽ തീർച്ചയായും BJP ക്യാമ്പിലും കോൺഗ്രസ് ക്യാമ്പിലും ഈ സർവേ ഫലത്തിന് അനുസരിച്ചുള്ള ഒരു റിസൾട്ട് ആകും നാളെ ഉണ്ടാകുക എന്നുള്ള ഒരു വിലയിരുത്തൽ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില പ്രയോഗങ്ങൾ, നേരത്തെ ദാസ് പറഞ്ഞതുള്ള ചില പ്രസ്താവനകളും മറ്റും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഈ സർവേ ഫലം പൂർണ്ണമായും തള്ളിക്കളയുന്നുവെങ്കിലും റഷീദ് അൽവി അല്പം മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവന, അതായത് മമതാ ബാനർജിയെ മതേതര മുന്നണിയുടെ നേതാവാക്കാൻ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള പ്രസ്താവന, അത് തീർച്ചയായും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാനാകില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നാളെ ഈ ACC ആസ്ഥാനത്ത് നിന്നും വിവിധ ചാനലുകൾക്ക് ലൈവ് തത്സമയ സംപ്രേഷണത്തിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ, ഈ സംപ്രേഷണത്തിന് പിന്നിൽ വച്ചിരിക്കുന്ന ബാക്ക്ഡ്രോപ്പിൽ ഒന്നും തന്നെ, പശ്ചാത്തലത്തിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇല്ല, കൈപ്പത്തി മാത്രമാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഉണ്ടായാൽ അതിൽ രാഹുലിന്റെ ഒരു പരാജയം അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത്തരത്തിലൊരു വ്യഗ്രതയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് തീർച്ചയായും തെളിയിക്കുന്നത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുന്നത് തന്നെയാണ്. BJP ആകട്ടെ അടുത്ത സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിരുകടന്ന ആത്മവിശ്വാസം BJP പുറത്തു കാണിക്കുന്നില്ല എങ്കിലും തീർച്ചയായും BJP വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ശ്രീലാൽ, തീർച്ചയായും എൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ വന്നു നിൽക്കുന്ന ഈ ബാറിൽ തന്നെയും കണ്ടു. അത് നമ്മൾ ഇന്ത്യ TV ഉൾപ്പെടെയുള്ളവർ നൽകിയ സർവേ കണക്കുകളാണ്. ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞ പോലെ അത്തരം ഒരു മൂഡാണ് ഈ കാണുന്നതെങ്കിൽ ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ കണക്കാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. 249. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസും മറ്റും ഇത് സംഭവിക്കുമെന്നും എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തീർത്തും മ്ലാനമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ ക്യാമ്പ് മാറിയിട്ടുണ്ടോ? തീർത്തും മ്ലാനമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്. കോൺഗ്രസ് ഈ പരാജയം തെരഞ്ഞെടുപ്പിന് പോകും മുമ്പ് തന്നെ കോൺഗ്രസ് ഏതാണ്ട് പരാജയം ഏറ്റുവാങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം BJPക്ക് മറുപടി പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. ഒരു തരത്തിൽ പോലും കോൺഗ്രസ് BJPയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി രംഗത്ത് വരുമ്പോൾ മാത്രമാണ് അത്തരമൊരു കടന്നാക്രമണം, ഒരു ആത്മവിശ്വാസത്തോടെയുള്ള കടന്നാക്രമണം നമ്മൾ കണ്ടത്. മറ്റെല്ലാ തലത്തിലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ വലിയ ഒരു ആത്മവിശ്വാസമൊന്നും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ആ ഇല്ലാതിരുന്ന ആത്മവിശ്വാസം
ഒരു അല്പമെങ്കിലും ഒരു ധൈര്യത്തോടെ കുറച്ച് നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ അവർ പോലും ഇപ്പോൾ പിന്നണിയിലേക്ക് പോയിരിക്കുന്നു. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഒരു മൂന്നാം മുന്നണിയെ പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ മതേതര മുന്നണി എന്നുള്ള സങ്കല്പത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. എന്നാൽ ഈ കണക്കുകൾ പ്രകാരം 249 ഏറ്റവും കുറഞ്ഞ NDAയുടെ കണക്ക് 249 എന്നുള്ളത് അതിലെത്തിയാൽ പോലും 10-20 പേരുടെ പിന്തുണ നേടിയെടുക്കുക BJPക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാകില്ല. അതൊരു ട്രെൻഡാണ്. അതായത് ഒരു സഖ്യത്തിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു സഖ്യത്തിന് സർക്കാരിലെത്താൻ സാധിക്കും എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോൾ മതേതര പക്ഷത്ത് നിൽക്കുന്ന പല പാർട്ടികൾ പോലും ഇവർക്കൊപ്പം പോയേക്കാം. ജയലളിത കഴിഞ്ഞ ദിവസം ജയലളിതയുടെ ഭാഗത്തു നിന്നും ചില പ്രസ്താവനകൾ ഉണ്ടായി. അതിനുശേഷം അതിനെതിരെ നടപടിയും ഉണ്ടായി. BJDയുടെ ഭാഗത്തു നിന്നും ഒരു സൂചന നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല പാർട്ടികളും ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ NDA സർക്കാർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും 20-25 സീറ്റുകളുടെ കുറവ് അവർക്ക് ഒരു പ്രശ്നമാകില്ല. അത് നേടാൻ NDAക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത്. നന്ദി ശ്രീലാൽ. എന്തായാലും ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം ചേർന്നതിന്. ഒരുപക്ഷേ ഈ സാങ്കേതികവിദ്യ നാളെ വളർന്ന് എനിക്ക് ശ്രീലാൽ ഒരു ചായ തന്നത് ശ്രീലാലിന് കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നന്ദി. എന്തായാലും നാളെ കൂടുതൽ വിശകലനങ്ങളെല്ലാം ശ്രീലാലിന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ, ഈ ഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടെ അർഹിക്കുന്ന പറയേണ്ട ഒരു കാര്യം, പല സർവേകളുടെയും മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമ്മൾ കണ്ടു. അതിൽ ഒരു ശരാശരി പോൾ ഓഫ് പോൾ എന്ന് പറയും പോലെ ഒരു ശരാശരി കണക്കൂടെന്ന് പരിശോധിച്ചാൽ അത് NDAക്ക് വ്യക്തമായൊരു ആധിപത്യം നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മാപ്പിൽ കാണുന്നത് പോലെയാണെങ്കിൽ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ആ സാഫ്രൺ കളർ കാണുന്നത് മുഴുവൻ ഏറെക്കുറെ ഇവർക്ക് അനുകൂലമായ സാഹചര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. NDAക്ക് അനുകൂലമായ സാഹചര്യം നൽകുന്നുണ്ടെന്നാണ്. അതിപ്പുറത്ത് ഈ നമ്പറുകളാണെങ്കിൽ പോലും ഒരു ശരാശരി കണക്കിൽ 274 എത്താൻ ബുദ്ധിമുട്ടില്ല എന്നാണ് എല്ലാ സർവേകളും NDAക്ക് അനുകൂലമായി അതിൻ്റെ ഒരു ആകെ തുക എടുത്താൽ പറയുന്നത്. മറുവശത്ത് രണ്ടാമതെത്തുക കോൺഗ്രസ് അല്ല എന്നുള്ളതും പ്രധാനമാണ്. 155 സീറ്റ് വളരെ താഴെയാണ്, 274 വളരെ താഴെയാണ്. പക്ഷേ 155 എത്തുന്നത് മറ്റുള്ളവരാണ്, ഇടതുപക്ഷവും ഒക്കെ ചേരുന്ന മറ്റുള്ളവരാണ്. UPA കോൺഗ്രസ് ഒരുപാട് കുനിയണം എനിക്കതിൽ തുടരണമെങ്കിൽ അത്ര താഴെയാണ്. 110 സീറ്റ് ഈ സർവേകളുടെ ഒരു ആകെ തുകയിലുള്ളൂ. എന്തായാലും ആ ഒരു ദേശീയ ചിത്രം കൂടി കണ്ട ശേഷം ഇനി തീർച്ചയായും ഈ ഒരു സമയത്ത് ഏറ്റവും നിർണായകമാകുന്നത് 80 സീറ്റുകളുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഉത്തർപ്രദേശ് ആർക്കൊപ്പം നിൽക്കും എന്നതാണ്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായും ഇത്തവണ വലിയ തോതിലുള്ള ഒരു ധ്രുവീകരണം വോട്ടിന്റെ കാര്യത്തിൽ നടക്കുന്നു എന്ന സൂചനകളുണ്ട്. തന്ത്രപരമായി തന്നെയാണ് അതിനുവേണ്ടി ഒരുങ്ങിയതെന്ന് BJPയുടെ അവിടുത്തെ ജനറൽ സെക്രട്ടറി അമിത്ഷാ പറയുന്നത് നമ്മൾ കേട്ടു. ഉത്തർപ്രദേശ് കൂടി പിടിച്ചാണ് ഒരു പക്ഷേ ഈ കണക്കുകൾ യാഥാർത്ഥ്യമാവുന്നതെങ്കിൽ BJP അധികാരത്തിലെത്തുക എന്നും പറഞ്ഞു കേട്ടു. എന്തായാലും ചില കണക്കുകൾ എക്സിറ്റ് പോൾ ഏത് തരത്തിലാണ് ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്നത് എന്നുകൂടി വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. സതീഷ് നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. UPയുടെ ടൈംസ് നൗവിന്റെ കണക്കാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നോക്കൂ, 52, അതായത് ആകെ 80 ഉള്ളതിൽ 52 പിടിക്കുന്നത് NDA ആണ്. അത് BJP തന്നെയാണ് എന്നത് വളരെ പ്രധാനമാണ്. ആകെ 80 സീറ്റാണുള്ളത്. ആ പൈസാട്ടിന്റെ പകുതിയിലേറെയും അപഹരിച്ചു കഴിഞ്ഞു ആ നിറം. അതിനപ്പുറത്തേക്ക് ഒരുപാട് നടന്നു വരണം. ഒരു ചെറിയ പോർഷനെ കാണുന്നുള്ളൂ. UPA 10 സീറ്റ് വരെ നേടുമെന്നാണ് ഈ നീല കണക്ക് മനസ്സിലാക്കുന്നത്. അത് കോൺഗ്രസിന് വളരെ മോശമായൊരു പ്രകടനമായിരിക്കുമെന്നതും വ്യക്തമാണ്. BSPയെ തൊട്ട് വരണമെങ്കിൽ കുറച്ചുകൂടെ അപ്പുറത്ത് വരണം. അവർ 12, അതായത് ആ നമ്പറിൽ UPയേക്കാൾ മുന്നിൽ നിൽക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും അറ്റത്ത് കാണുന്നത് BSP. കാരണം ഈ ഒരു സാമുദായിക ധ്രുവീകരണമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നഷ്ടം സംഭവിക്കുന്നത് BSPക്ക് ആയിരിക്കും എന്നും ചില സൂചനകൾ കൊണ്ട്. ഇത് ടൈംസ് നൗ നൽകുന്ന സൂചനകളാണ്. ഇനി UPയിലെ തന്നെ CNN-IBN നൽകുന്ന കണക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് വരികയാണെങ്കിൽ അതും വളരെ വ്യക്തമായ ആധിപത്യം നൽകുന്നുണ്ട് NDAക്ക് എന്നത് വ്യക്തമാണ്. കാരണം ഈ കാണുന്ന പോലെ അവരും നൽകുന്നു 49 സീറ്റ് എന്നതാണ്. അതും പകുതിയിലേറെ ആണ് എന്നത് വ്യക്തമാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ. 49 സീറ്റ്. അവിടെ UPയുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർത്തും ശോഷിച്ചൊരവസ്ഥയിലാണ് നീല കളർ. അത് കോൺഗ്രസ് 4 സീറ്റിൽ ഒതുങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത്. SP-യും BJPയും കൂടെ പങ്കിട്ടെടുക്കുന്നതായിരിക്കും ഒരർത്ഥത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് വരെ വിലയിരുത്തലേക്ക് ഉണ്ടായിരുന്നു. ഈ പച്ച നിറം അവരെയാണ് പ്രദാനം ചെയ്യുന്നത്. 15 സീറ്റ്, BSPക്ക് 12. എന്തായാലും മുൻ സർവേക്കാൾ അപേക്ഷിച്ച് BSP അല്പം നേട്ടമുണ്ടാക്കുന്നു. UPAക്കാണ് നഷ്ടമുണ്ടാക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ സർവേയും എല്ലാ സർവേകളും NDAക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ടുഡേയുടെ സർവേ നൽകുന്നതും 52 സീറ്റ് തന്നെയാണ് അവർക്ക് നൽകുന്നത്. ഈ പൊങ്ങി നിൽക്കുന്ന 52 ആണ് BJPക്ക് നൽകുന്ന, NDAക്ക് നൽകുന്ന സീറ്റ്. UPA 5 സീറ്റ്, ഒരു സീറ്റ് വ്യത്യാസമുണ്ട് കഴിഞ്ഞ സർവേയിൽ നിന്ന്. 5 സീറ്റാണ് അവർക്കുള്ളത്. BSPക്ക് 12 സീറ്റ്. ഇത് SP-ക്ക് 12 സീറ്റും അതിലൊരു ചെറിയ എഴുതി വന്നതിൽ പറ്റിയതാണ്. BSPക്ക് 11 സീറ്റും. ഇതാണ് ഇന്ത്യ ടുഡേയുടെ സർവേ വ്യക്തമാക്കുന്നത്. തീർച്ചയായും എല്ലാ കണക്കുകളിലും ആധിപത്യമുള്ളത് NDAക്കാണ്, BJPക്കാണ്. കാരണം തൊട്ടടുത്ത് പോലും ഒരു എതിരാളി ഇല്ലാത്ത സ്ഥിതിയാണ് നിൽക്കുന്നത്. അതേക്കുറിച്ച് തന്നെയാണ് സതീഷ് കുമാർ ഡൽഹിയിൽ നിന്ന് നേരത്തെ നമ്മൾ ശ്രീലാലിനെ കണ്ടതുപോലെ തന്നെ അതേ ഹോളോഗ്രാം സാങ്കേതികത ഉപയോഗിച്ച് സതീഷിനെയും നമ്മൾ തൽക്കാലം കുറച്ചു നേരത്തേക്ക് അരൂരിലെ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉടക്കി കൊണ്ടിരിക്കുകയാണ്. ആ സാങ്കേതികത ഉപയോഗിച്ച് തീർച്ചയായും സതീഷിനെയും ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും UPയിൽ
ഈ സന്തോഷം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് നാളെ ഏറ്റവും അധികം സന്തോഷം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി യത്നിച്ചതും BJP ആണെന്ന് പറയപ്പെടുന്നു. സതീഷ് അവിടെ വളരെ വിശദമായി സഞ്ചരിച്ചതുമാണല്ലോ. എന്താണ് UP-യിൽ സതീഷ് മനസ്സിലാക്കിയത്? ഈ 50 കടക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പല ഘടകങ്ങൾ തന്ത്രപരമായി തന്നെ അതിന് പ്ലാൻ ചെയ്തിരുന്നു എന്നൊക്കെ അമിത്ഷാ പറയുന്നത് നമ്മൾ കേട്ടു. പൊതുവിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ദാസ്, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP 50-ലധികം സീറ്റുകൾ തന്നെയാണ് ഉത്തർപ്രദേശിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അമിത്ഷാ പറയുന്നത് പോലെ ഏറെ നാളായി BJP അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അമിത്ഷായെ BJPയുടെ ജനറൽ സെക്രട്ടറിയായി ഉത്തർപ്രദേശിന്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് 90കളിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു നേട്ടം അത് ആവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നാം കണക്കുകൾ നോക്കുകയാണെങ്കിൽ 92-ൽ അതുപോലെ തന്നെ 96-ൽ 98-ൽ ഈ 3 തെരഞ്ഞെടുപ്പുകളിലും 50-ലധികം സീറ്റുകൾ ഉത്തർപ്രദേശിൽ നിന്ന് BJPക്ക് ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 98-ലെ തെരഞ്ഞെടുപ്പിൽ 57 സീറ്റുകളെന്ന് BJPക്ക് നേടാൻ കഴിഞ്ഞു. ആ 58 സീറ്റുകൾ നേടിയത് ഒരുപക്ഷെ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ പേരിലായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു തീവ്ര ഹിന്ദുത്വ വികാരത്തിന് പകരം മറ്റു ചില തന്ത്രങ്ങളായിരുന്നു BJP പുറത്തെടുത്തത്. അതിൽ പ്രധാനപ്പെട്ടത് അമിത്ഷാ തന്നെ അവിടെ എത്തി. അതിനുശേഷം നമുക്ക് പറയുന്നതിൽ ചില ഖേദമുണ്ട് എങ്കിൽ പോലും മുസഫർ നഗർ കലാപമുണ്ടായി. അത് വർഗീയ ധ്രുവീകരണത്തിനിടയാക്കി. ആ രീതിയിൽ പടിഞ്ഞാറൻ UP-യിൽ ഒരു വർഗീയ ധ്രുവീകരണം അത് അനുകൂല ഘടകമായി BJPക്ക് മാറി എന്ന് പറയേണ്ടി വരും ദാസ്. അതുപോലെ തന്നെ കിഴക്കൻ ഉത്തർപ്രദേശിൽ വാരാണസിയിൽ തന്നെ നരേന്ദ്രമോദി മത്സരിച്ചു. അതുപോലെ മോദി തരംഗം, ആ രീതിയിൽ ഉത്തർപ്രദേശിൽ ഇതിനു മുൻപ് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിട്ടുള്ള സീറ്റുകളിലെല്ലാം ശ്രദ്ധ ഊന്നി ആ രീതിയിൽ ഒരു തന്ത്രമായിരുന്നു ഇത്തവണ തിരഞ്ഞെടുത്തത്. എന്തായാലും BJPയെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് 50 സീറ്റുകളിലധികമാണ്. BJP 40 സീറ്റുകളിലധികം ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കണം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം 40 സീറ്റെങ്കിലും ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ NDAക്ക് കേവല ഭൂരിപക്ഷം കിട്ടൂ എന്ന് BJP കണക്കുകൂട്ടിയിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. നന്ദി സതീഷ്. തീർച്ചയായും ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം ഇവിടെ വന്ന് ചേർന്നതിന്. തീർച്ചയായും ഉത്തർപ്രദേശിലെ സാഹചര്യത്തെക്കുറിച്ചാണ് സതീഷും സൂചിപ്പിച്ചത്. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് വോട്ടെണ്ണി കഴിയുമ്പോൾ വ്യക്തമാകേണ്ടതുമാണ്. മറ്റ് ചില സർവേകൾ ഉള്ളവർ പോലും നൽകുന്നത് ABP ന്യൂസിന്റെ സർവേ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഉൾപ്പെടെ BJPക്കാണ് വലിയ ആധിപത്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവചിച്ചിട്ടുള്ളത്. 46 സീറ്റ്, അല്പം താഴെയാണ്, 52 പലരും പറഞ്ഞിട്ടുണ്ട്. 46 സീറ്റ് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ഈ സർവേ പ്രകാരം UP-യെ 8 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പാർട്ടി 8 സീറ്റിൽ ഒതുങ്ങും. SP 12 സീറ്റിലും BSP 13 സീറ്റിലും എത്തുമെന്നാണ് അവർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യവും കാണുന്നത്. എന്തായാലും 46 എന്നത് വലിയ ആധിപത്യമാണ്, എതിരാളികളില്ലാത്തൊരു ആധിപത്യം ഉണ്ടാകും എന്ന് ABP ന്യൂസ് BJPക്ക് പ്രവചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില സർവേകളോട് കണക്കുകൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇന്ത്യ TV നൽകുന്ന കണക്കുകൾ ഇങ്ങനെയാണ്. 54 സീറ്റ്, അതായത് നമ്മൾ എടുത്ത ശരാശരിയേക്കാൾ മേലെ നിൽക്കുന്ന കണക്കാണ് 54. 80-ൽ 54 സീറ്റ് NDA നേടുമെന്നാണ് അവർ നൽകുന്ന കണക്ക്. UP-ക്ക് വളരെ മോശമാണ് സ്ഥിതി. എല്ലാ സർവേകളും പറയുന്ന പോലെ ഇതിലും അതെ, 7 സീറ്റ് മാത്രമേ അവർക്ക് നേടാൻ കഴിയൂ. നീലയാണ് അവരെ കാണിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് SP 11 സീറ്റിലും BSP 8 സീറ്റിലും വരുമെന്നുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ സർവേകളും ഏറ്റവും ഒടുവിൽ NDTVയുടെ സർവേയോടെ പരിശോധിക്കാം. ഇന്നലെയാണ് NDTVയുടെ സർവേ ഫലം പുറത്തു വന്നത്. 80 സീറ്റിൽ 56, ഏറ്റവും കൂടുതൽ പ്രവചിക്കുന്നത് NDTVയാണ്. 56 സീറ്റ് കിട്ടുമെന്നാണ് NDTV പറയുന്നത്. തീർച്ചയായും UP-ക്ക് വളരെ ശോഷിച്ച്, കാരണം ആ സാഫ്രൻ കളറിനും അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പച്ചയ്ക്കുമിടയിൽ ഞെരുങ്ങി കിടക്കുകയാണ്. ഒരർത്ഥത്തിൽ UP-യിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ അങ്ങനെ ആകുമോ എന്ന് ഈ കണക്കുകൾ എങ്ങനെയാണ് വരുന്നതെന്നും അറിയില്ല. 4 സീറ്റ് മാത്രമാണ്. SP-ക്ക് 12 സീറ്റ്, BSP-ക്ക് 8 സീറ്റ്. ഇതാണ് ഏറ്റവും ഒടുവിലെ ചിത്രം. അപ്പോൾ ഇതൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും വലിയ പ്ലെയറായി അവിടെ മാറുക ഈ കണക്കുകൾ പ്രകാരമാണെങ്കിൽ BJP-യാണ്. 2ാം സ്ഥാനത്ത് പലതരത്തിലുള്ള ധ്രുവീകരണം നടന്നൊരു സ്ഥലമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ SP രണ്ടാമതെത്തുകയും മറ്റ് 2 പാർട്ടികൾ പിന്നോക്കം പോകുന്ന സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു അതിഥി കൂടി ചേരും, ഒപ്പം മറ്റ് റിപ്പോർട്ടർമാരും എല്ലാം ഉണ്ട്. എല്ലാറ്റിലേക്കും വരും മുമ്പ് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. തിരികെ സ്വാഗതം. ഇന്ത്യ ആർക്ക്? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ചില കണക്കുകൾ വെച്ചാണ് ഈ മണിക്കൂറിൽ നമ്മൾ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച കണക്കുകളും ചെറിയൊരു വിലയിരുത്തലുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ P. അനിൽകുമാർ ഉണ്ട്. അദ്ദേഹം കേരള സർവകലാശാല പൊളിറ്റിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഡോക്ടർ അനിൽകുമാർ, തീർച്ചയായും ഈ കണക്കുകളൊക്കെ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്, NDAക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കണക്കുകളെല്ലാം യാഥാർത്ഥ്യമാണോ എന്ന് നാളത്തെ പകലേ അറിയൂ എന്നിരിക്കലും സ്വാഭാവികമായും എത്രത്തോളം ഈ കണക്കുകളിലൊക്കെ ഊന്നുന്നുണ്ടാകും? ഇപ്പോൾ സർക്കാർ രൂപീകരണം, ആരായിരിക്കണം സ്പീക്കർ, ആരായിരിക്കണം മറ്റു മന്ത്രിമാർ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ എത്രത്തോളം അവർ ഈ സർവേ ഫലങ്ങളെ ഊന്നുന്നുണ്ടാകും? തീർച്ചയായിട്ടും സർവേ ഫലങ്ങളെ 2 രാഷ്ട്രീയ കക്ഷികളും ഉള്ളുകൊണ്ട് ഏതാണ്ട് ഏറെക്കുറെ അക്സെപ്റ്റ് ചെയ്ത മട്ടാണ്. കാരണം നമുക്കറിയാം ഇന്നലെ മുതൽ തന്നെ BJPയും കോൺഗ്രസും ഇതിൻ്റെ ചുവട് പിടിച്ചിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3ാം മുന്നണി രൂപീകരണത്തിന് വേണ്ടുന്ന
തയ്യാറെടുപ്പുകൾ പ്ലാനിങ് ഒരുപക്ഷെ കോൺഗ്രസ് നടത്തുന്നു എന്ന് വേണം കരുതാൻ. കാരണം മൂന്നാം മുന്നണിയെ പുറത്തു നിന്ന് പിന്തുണച്ചുകൊണ്ടൊരു ഒരു ഭരണത്തെ ഒരുപക്ഷെ കോൺഗ്രസ് ഈ അവസരത്തിൽ എന്താ പറയുക ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം നോൺ സെക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ മതേതരത്വ നിലപാടുകൾ പുലർത്തുന്ന രാഷ്ട്രീയ കക്ഷികളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുന്നത് കമ്മ്യൂണൽ വർഗീയ ശക്തികളെ പുറത്തു നിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് എടുക്കണം എന്ന് പറയുന്നതിലൂടെ അവർ അർത്ഥം വെക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJP ക്യാമ്പിലാണ്. BJP ക്യാമ്പ് ഏറെക്കുറെ ഇന്നലെ തന്നെ അവർ എക്സിറ്റ് ഫലങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ അവർ മന്ത്രിസഭയുടെ വകുപ്പുകളെക്കുറിച്ചും അത് എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ചും ഒക്കെ അനൗദ്യോഗികമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വളരെ വ്യക്തമാണ്. എല്ലാ ന്യൂസുകളും അത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കറിയാൻ പറ്റും. സുഷമ സ്വരാജും അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും ഇവരെല്ലാവരും തന്നെ പല ക്യാമ്പുകളിലായി, അദ്വാനിയും ഒക്കെ പല ക്യാമ്പുകളിലായി അതൊക്കെ അവരുടെ വകുപ്പുകളെ പറ്റിയും അവിടെ ഉണ്ടായിട്ടുള്ള ചില ഇംബാലൻസസ് നമുക്കറിയാം, ചില അസന്തുലിതാവസ്ഥകളൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊക്കെ അവർ വളരെ കാര്യമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മുൻകാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഈ സർവേകളെ കുറച്ചുകൂടെ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല എല്ലാ സർവേകളും മിക്ക സർവേകളും പറയുന്നത് ഒരേ ട്രെൻഡാണ്. അപ്പോൾ സീറ്റിന്റെ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ കിട്ടുന്ന എണ്ണത്തിൽ ഒക്കെ അല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. കാരണം സാമ്പിൾ എടുത്തിട്ടാണ് ഈ പഠനം നടത്തുന്നുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷേ എല്ലാ സർവേകളും ഒരു ട്രെൻഡ് നൽകുന്നുണ്ട്. ഈ ട്രെൻഡ് തീർച്ചയായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാഷ്ട്രീയ കക്ഷികളും ഒരുങ്ങുകയാണ്. ഒരു കക്ഷി മൂന്നാം മുന്നണിയെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് പിന്നിൽ നിന്ന് പിന്തുണച്ചുകൊണ്ട് കമ്മ്യൂണൽ ഫോഴ്സുകളെ പിന്നിലാക്കിക്കൊണ്ടൊരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ശ്രമം നടത്താനുള്ള ചരടുവലുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം തന്നെ BJP ക്യാമ്പിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അതിനുള്ളിലെ അസ്വാരസ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മന്ത്രിസഭ രൂപീകരിക്കുവാനുള്ള ചരടുവലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് രണ്ട് രാഷ്ട്രീയ കക്ഷികളും ഈ സർവേ ഫലങ്ങളെ ഏതാണ്ട് ഉൾക്കൊണ്ട മട്ടിലാണ് ഇപ്പോൾ. ഡോക്ടർ അനിൽകുമാർ, ഒരു കാര്യം ഇപ്പൊ ഈ ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് സർക്കാർ ഉണ്ടാക്കാൻ BJP ഒരുങ്ങുന്നു, പരാജയം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള ചില വിലയിരുത്തൽ, ഇതൊരു തോൽക്കാൻ വേണ്ടി എന്നേ തീരുമാനിച്ചുറപ്പിച്ചൊരു മത്സരമാണ് എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഘട്ടത്തിലും നരേന്ദ്രമോദി ടീമിനെ ഒന്നും വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളോ അവരുടെ നേട്ടങ്ങൾ പോലും ഫലപ്രദമായി എത്തിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. പരാജയപ്പെട്ടൊന്നുമല്ല, ശ്രമിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഫലത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊള്ളാം എന്ന് തീരുമാനിച്ചുള്ളൊരു ഫൈനൽ ഇറങ്ങിയത് കൊണ്ടാണോ ഒരുപക്ഷെ ഇന്ന് പോലും വളരെ പ്രതീക്ഷയുള്ള പ്രതികരണങ്ങൾക്കൊന്നും കോൺഗ്രസിനൊന്നും വകയില്ലാതെ പോയത്? തീർച്ചയായിട്ടും ഇത്തവണ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. പ്രചരണ രംഗത്ത് കോൺഗ്രസ് വളരെ BJPയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പിന്നിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലായാലും അതുപോലെ തന്നെ നേതാക്കന്മാരെ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ആ പ്രൊഫഷണലിസം കാട്ടുന്നതിലായാലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെ ഇവിടെ ദാസു തന്നെ സൂചിപ്പിച്ചു, BJPക്ക് ഒരവസരത്തിൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ഡിഫൻസീവ് മൂഡിലായിരുന്നു. പലപ്പോഴും BJP പറയുന്നതിന് മറുപടി പറയുക എന്നതിനപ്പുറത്തേക്ക് ഒരു അജണ്ട സെറ്റ് കൊണ്ട് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അവസാനം ഈ പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJPയുടെ അല്ലെങ്കിൽ മോഡി പ്രഭാവത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രചരണത്തിന് പോലും ചില മങ്ങലുകൾ ഏറ്റു. അതിനെ മറികടക്കാൻ അവർക്കായില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പ്രചരണ രംഗത്ത് നിന്ന് ഇത്രയും മാറി നിൽക്കുന്നത്. അപ്പൊ ഏറെക്കുറെ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയാമെങ്കിൽ അദ്ദേഹം പ്രചരണ രംഗത്ത് വരുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. അതിനേക്കാൾ ഏറ്റവും മികച്ച ഒരു സ്വീകാര്യത കിട്ടുന്നത് രാഹുലിനാണെന്ന തിരിച്ചറിവ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന തോന്നൽ കോൺഗ്രസിന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് മൻമോഹൻ സിംഗ് പ്രചരണ രംഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് വളരെ വ്യക്തമല്ലേ. അദ്ദേഹം പ്രചരണ രംഗത്ത് വന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ കോൺഗ്രസിന്റെ മുൻപുള്ള പ്രധാനമന്ത്രിമാരെ പരിഗണിക്കുകയാണെങ്കിൽ അവരൊക്കെ ക്യാമ്പയിനെ നേതൃത്വം നൽകിയിരുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത്തവണ മൻമോഹൻ സിംഗിന്റെ പേര് അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒഴികെ നമ്മളാരും കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് ക്യാമ്പ് ഇത്തവണ വളരെ മന്ദഗതിയിലാണ് പ്രതികരിച്ചതെന്നുള്ളത് വളരെ ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ അനിൽകുമാർ, തീർച്ചയായും ഉത്തർപ്രദേശും ബീഹാറും വലിയ പ്രതീക്ഷയോടെ ഇത്തവണ BJP പോകുന്നു. ആ ഉത്തർപ്രദേശിൽ 80-ഉം ബീഹാറിൽ 40-ഉം ചേർന്ന് 120 സീറ്റുകളിൽ നേടുന്ന ആധിപത്യം തീർച്ചയായും അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അവരെ വളരെ എളുപ്പത്തിൽ പാർലമെന്റിൽ ഒരു ആധിപത്യത്തോടെ എത്തിക്കുമെന്നത് വ്യക്തവും തന്നെയാണ്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ബീഹാറിൽ ചില കണക്കുകളൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ച ശേഷം തിരിച്ചെത്താം. ബീഹാറിൽ ആകെയുള്ള 40 സീറ്റിലും ഇത്തവണ ഉത്തർപ്രദേശിൽ എന്ന പോലെ തന്നെ വലിയ തോതിലുള്ള പ്രവർത്തനം BJP നടത്തിയിരുന്നു. അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആകെയുള്ള 40 സീറ്റിൽ ടൈംസ് നൗവിന്റെ കണക്കുകളാണ് എന്റെ മുന്നിൽ കാണുന്നത്. 28 സീറ്റ് വരെ നേടും എന്നതാണ് അവർ നൽകുന്ന പ്രവചനം. NDAക്ക് വലിയ ഷെയർ മുഴുവൻ കാണുന്നത് ടൈംസ് നൗ NDAക്ക് കിട്ടുന്ന നമ്പറാണ് 28. UPA 2 സീറ്റ്, അതായത് RJD അടങ്ങുന്ന
UPA RJDയും കോൺഗ്രസും സഖ്യത്തിലാണ് 2 സീറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് JDU, കാരണം ജയിക്കുന്നത് ഇത്തവണ മോദിയോ അല്ലെങ്കിൽ ലാലു ആണെങ്കിൽ പോലും തോൽക്കുക മിക്കവാറും നിതീഷ് ആയിരിക്കുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ 10 സീറ്റിലേക്ക് അവർ ടൈംസിന് അവരെ നൽകിയിട്ടുണ്ട്. പല സർവേകളും അങ്ങനെ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു ചില സർവേകളിൽ കൂടി വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ ഇന്ത്യ ടുഡേയുടെ സർവേ, അതും എല്ലാവരും ആധിപത്യം നൽകുന്നത് BJPക്ക് തന്നെയാണ്. ഇത്തവണ അത് 22 ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ നൽകുന്നത് UPAക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷനാണ്. 14 സീറ്റ് എന്നതിൽ ഈ നീല വന്നു നിൽപ്പുണ്ട്. അതിനപ്പുറത്ത് കാണുന്ന ആഷ് കളറാണ് 4 സീറ്റ് JDUവിന്. വളരെ മോശമാണ് സ്ഥിതി എന്ന് പറയുന്നു. 22 സീറ്റ് അവർ NDAക്ക് പ്രവചിക്കുന്നുണ്ട്. CNN-IBന്റെ സർവേയിലേക്ക് വരികയാണെങ്കിൽ അതും വലിയ ആധിപത്യം, 24 സീറ്റാണ് അവരും നൽകുന്നത് NDAക്ക് എന്നുള്ള വ്യക്തമാണ്. ഈ വലിയ ഷെയർ കാണുന്നത് അവരുടെ അതാണ്. 24 സീറ്റാണ് NDAക്ക് അവർ പറയുന്നത്. UPAക്ക് 13 സീറ്റ്, ലാലു പ്രസാദും കോൺഗ്രസും ചേർന്ന് മത്സരിച്ച് 13 സീറ്റ്, JDU 3 സീറ്റ് മാത്രം. അങ്ങേ അറ്റത്ത് കാണുന്ന ചെറിയ ഭാഗമാണ് JDUവിന് CNN-IBന്റേത്. ഏറ്റവും ഒടുവിൽ NDTVയുടെ സർവേയോട് ഒന്ന് പരിശോധിച്ചാൽ NDTVയും നൽകുന്നത് വ്യക്തമായ ആധിപത്യം 22, പക്ഷേ 28 എന്ന് ടൈംസ് നൗ പറഞ്ഞ പോലത്തെ ഒരു പൊസിഷൻ ഇല്ല. 22 സീറ്റ് NDA നേടും. BJP പ്ലസ് പസ്വാനും ചേർന്ന് UPAക്ക് 14 സീറ്റ് എന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മത്സരം എന്തായാലും ഇന്ത്യയും UPയും തമ്മിലായിരുന്നു എന്ന് വ്യക്തമാണ്. JDU 4 സീറ്റ്. എല്ലാ സർവേകളിലും ഒരൊറ്റ സർവേ ഒഴിച്ച് ബാക്കിയെല്ലാം JDUവിന് നൽകുന്നത് വളരെ മോശപ്പെട്ട ഒരു റിസൾട്ടാണ് എന്നത് വ്യക്തം തന്നെയാണ്. എന്തായാലും ഈ കണക്കുകൾ വെച്ച് തീർച്ചയായും ബീഹാർ സഞ്ചരിച്ച് ചലനങ്ങൾ അറിഞ്ഞ ബിനു രവീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ബിനു, എന്തായാലും സ്വാഗതം. ഹോളോഗ്രാം ഉപയോഗിച്ച് ഞാൻ ബിനുവിനെ തൽക്കാലത്തേക്ക്, നേരത്തെ സതീഷും ശ്രീലാലും വന്നതുപോലെ ഈ ടെക്നോളജി ഉപയോഗിച്ച് ആദ്യമായി ബിനുവും ഇവിടെ അരൂരിൽ എൻ്റെ സ്റ്റുഡിയോയിൽ എൻ്റെ മുന്നിലേക്ക് വരിക തന്നെയാണ്. ബിനു, തീർച്ചയായും ഈ ഘട്ടത്തിൽ ബിനു വളരെ വ്യക്തമായി ആ മേഖല പഠിച്ചൊരു വ്യക്തി കൂടിയാണ്. ഏത് തരത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിനെ മാറ്റാൻ ഇപ്പോൾ മോദിക്കും കൂട്ടർക്കും ഒരുപക്ഷേ ഈ കണക്കുകൾ ശരിയാവുകയാണെങ്കിൽ സാധിച്ചത് എന്ന്? അപ്പോൾ എന്താണ് ഈ കണക്കുകളൊക്കെ വെച്ച് ബീഹാറിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ ബിനുവിന് പറയാൻ പറ്റുക? ദാസ്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു BJP അനുകൂല തരംഗം തന്നെയാണ് ബീഹാറിൽ ഉണ്ടായത്. അത്തരത്തിലുള്ള ഒരു ഫലം തന്നെയാണ് അവിടെ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും. ഏതായാലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബീഹാറിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിച്ചേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജാതി തന്നെയാണ്. നമ്മൾ അത്തരത്തിലുള്ള ഘടകങ്ങൾ എനിക്ക് തോന്നുന്നു 3ആയി തിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഒന്ന്, BJP JDU ബന്ധം വേർപെട്ടതോടുകൂടി ജാതി സാമുദായിക സമവാക്യങ്ങൾ ഉണ്ടായ ഒരു മാറ്റം. രണ്ടാമതായി, ലാലു പ്രസാദ് യാദവ് തിരിച്ചു വന്നതോടുകൂടി ഈ ലാലുവിനൊപ്പം യാദവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഒപ്പം പോയത്. മൂന്നാമതായി, നരേന്ദ്രമോദിയുടെ പ്രഭാവം. അതിനൊപ്പം തന്നെ NDAയിലേക്ക് LJP രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി തിരിച്ചു വന്നത്. ഇങ്ങനെ 3 ഘടകങ്ങളാണ് ഇത്തരത്തിൽ ഒരു ബ്രോഡായി പറയുകയാണെങ്കിൽ ബീഹാറിലെ ജനവിധി നിർണയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇത്തവണ 10% പോളിംഗ് പെർസെൻറ്റേജിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ ജാതീയമായ ഒരു വോട്ട് വേർതിരിവിനെ സ്വാധീനിക്കാവുന്ന തരത്തിലുള്ളതല്ല ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒന്നാമത്തെ ഘടകം ഈ JDU BJP ബന്ധത്തിലുണ്ടായ വിള്ളലാണ്, അല്ലെങ്കിൽ ആ ബന്ധം തകർന്നതാണ്. ആ തരത്തിലുള്ള ഒരു ബന്ധം, 17 വർഷത്തെ ഒരു ബന്ധം തകർത്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ 3ാം മുന്നണിയുടെ അധ്യക്ഷ പദം ലക്ഷ്യമിട്ടുകൊണ്ട് നിതീഷ് കുമാർ BJPയെ ഉപേക്ഷിച്ചപ്പോൾ ശരിക്കും അത് BJPയെ തുടക്കത്തിൽ അവരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഉർവശി ശാപം ഉപകാരം എന്ന തരത്തിലുള്ള ഒരു പ്രയോഗത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവമാണ് BJPക്ക് ബീഹാറിൽ ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിന് കാരണം നിതീഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്നത് 40% വരുന്ന അതിപിന്നാക്ക മഹാദളിത് വിഭാഗങ്ങളായിരുന്നു. അവർക്കൊപ്പം BJPയെ പിന്തുണയ്ക്കുന്ന മുന്നാക്ക വിഭാഗങ്ങളും എത്തിയപ്പോഴാണ് നിതീഷ് കുമാർ വളരെ ശക്തനായി മാറിയത്. എന്നാൽ BJP വിട്ടുപോയപ്പോൾ ഈ നിതീഷ് കുമാറിന് ഈ മുന്നാക്ക വിഭാഗങ്ങൾക്കൊപ്പം തന്നെ ഒരു വിഭാഗം പിന്നാക്ക സമുദായങ്ങളും BJPക്ക് ഒപ്പം പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത്, നിതീഷിന് ഏറ്റവും ദോഷം ചെയ്തതും. അതിനൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവ് തിരിച്ചു വന്നതോടുകൂടി യാദവരൊന്നടങ്കം അദ്ദേഹത്തോടൊപ്പം പോവുകയും മുസ്ലിങ്ങൾ മോദിയെ തടയാൻ ഏറ്റവും പര്യാപ്തനായത് നിതീഷാണ് എന്ന് ലാലു ആണ് എന്ന് കരുതിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം തന്നെ കരുതാൻ. നന്ദി ബിനു. തീർച്ചയായും ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം ചേർന്നതിന് തീർച്ചയായും നാളെയും ബിനുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണി കഴിയുമ്പോഴും പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും ബിനു നമ്മളോടൊപ്പം ചേർന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പറയാനാണ്.
ഡോക്ടർ അനിൽകുമാർ, ഇപ്പോൾ ഉത്തർപ്രദേശും അതുപോലെ ബീഹാറും പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഹിന്ദു കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായി നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഒരു മുന്നോക്ക ഹിന്ദുവിനൊപ്പം ഈ പിന്നാക്ക ഹിന്ദുവിനെയും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മുമ്പ് മായാവതി മറ്റൊരു തലത്തിൽ ഉത്തർപ്രദേശിൽ അതുപോലെ ബീഹാറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണോ ഈ സർവേ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ ബീഹാറിലും ഉത്തർപ്രദേശിലും സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് ബീഹാറിലും ഉത്തർപ്രദേശിൽ നിന്നും മാത്രമല്ല, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വരെ ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ജാതി സമവാക്യം എന്നതിനപ്പുറം ഇതൊരു കമ്മ്യൂണൽ സമവാക്യത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. CSDS-ന്റെ ഒക്കെ പഠനങ്ങളിൽ അത് വളരെ വ്യക്തമാണ്, വളരെ ശരിയായിട്ട് പറയുന്നുണ്ട്. ഇത്തവണ നമ്മൾ വളരെ സസൂക്ഷ്മം വീക്ഷിച്ചു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും, കേരളത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കേരളത്തിൽ എൻ ബ്ലോക്ക് ആയിട്ട് UDF-ലേക്ക് ആ വോട്ടുകൾ ചാനലൈസ് ചെയ്യപ്പെടുകയാണ്. അതും ഹിന്ദു വോട്ടുകളിൽ വന്ന ഷിഫ്റ്റും കൂടി എടുത്തു നോക്കുകയാണെങ്കിൽ അത് തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസം കാണാം. ഇതേപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ കലാപത്തിന് ശേഷം, മുസഫർ കലാപത്തിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അത് ഒരുപക്ഷെ BJPക്ക് വലിയൊരു മൈലേജാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഈ യാദവ വോട്ടുകളായാലും ശരി തന്നെ, ജാട്ട് വോട്ടുകളായാലും ശരി തന്നെ, ഇതുപോലെ എല്ലാ വോട്ടുകളും തങ്ങളുടെ കൂടെ നിർത്താൻ BJP പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഉന്നത കുലജാത വോട്ടുകൾ അല്ലെങ്കിൽ ഉന്നത ജാതിമത സംഘടനകളുടെ വോട്ട് മാത്രമല്ല, ഏറ്റവും താഴെയുള്ള വിഭാഗങ്ങളുടെ വോട്ട് കൂടി സമാഹരിക്കുവാൻ BJP എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിന്റെ ഇത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അത് വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനപ്പുറം അവർ കൃത്യമായ കൊയിലേഷനുകൾ വളരെ നേരത്തെ കാലേ കൂട്ടി തന്നെ ശ്രദ്ധിച്ചിരുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിലും അതിനു മുമ്പും അതിന് ശേഷവും എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതിന് ശേഷമൊക്കെ അവർ കൊയിലേഷനോട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സമീപനമാണ്, മൃദുവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പം വളരെ തന്ത്രപരമായി കാലേ കൂട്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തർത്ഥത്തിലും തങ്ങൾക്ക് നേടണമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി അവർ എന്ത് ചെയ്തു? വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്തു. അവർ ജാതിമത വോട്ടുകൾ തങ്ങളോടൊപ്പം നിർത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാരെയും കൂടെ നിർത്താൻ ശ്രമിച്ചു. നല്ലൊരു കൊയിലേഷൻ ഓരോ സംസ്ഥാനങ്ങളിലും സസൂക്ഷ്മം വീക്ഷിച്ച് കഴിയുന്നിടത്തോളം കൊയിലേഷനുകൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഡോക്ടർ അനിൽകുമാർ. തീർച്ചയായും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലേക്ക് കൂടി പോയ ശേഷം നമുക്കൊരു ഇടവേള എടുക്കാം. തീർച്ചയായും 543-ൽ 543 പ്രധാനമാണ്. പക്ഷേ ഇത്തവണ കുറേ നാളത്തേക്കെങ്കിലും ഒരു രാഷ്ട്രീയ തലസ്ഥാനമായി മാറിയത് വാരാണസിയാണ്. അതെന്തുകൊണ്ടാണെന്നത് വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ഏറ്റുമുട്ടിയത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ നിഷ്പ്രഭമാവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. വലിയ തോതിൽ 3 ലക്ഷം വോട്ട് എങ്കിലും ജയിക്കുമെന്ന് BJP ഒരു ഘട്ടത്തിൽ ആത്മവിശ്വാസവും പ്രഖ്യാപനവും നടത്തിയിരുന്ന ഒരു മേഖലയാണ്. തീർച്ചയായും എന്താണ് നരേന്ദ്രമോദിക്ക് അവിടെ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്. ആം ആദ്മി പാർട്ടിക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതും വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ തീർച്ചയായും വാരാണസിയെക്കുറിച്ച് പറയുമ്പോൾ വാരാണസിയിലും പോയി വിശദമായി തന്നെ അവിടുത്തെ സാഹചര്യം പഠിച്ച ബിനു അരവിന്ദൻ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരും ഹോളോഗ്രാം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എന്നോടൊപ്പം ഇവിടെ തന്നെ. ബിനു, തീർച്ചയായും ഈ ഒരു സമയം ഗംഗാമാതാവ് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി അവിടെ എത്തിയത്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ്റെ ഒരു കണക്കെടുത്താൽ ആകെ 42% പേർ മാത്രം വോട്ട് ചെയ്ത ഒരു സ്ഥലത്ത് അതിൽ തന്നെ 30% പേർ മാത്രം പിന്തുണച്ചിട്ടാണ് മുരളി മനോഹർ ജോഷി വിജയിക്കുന്നത്. ഇത്തവണ ഒരുപാട് ശ്രമങ്ങൾ അവർ പലയിടത്തും നടത്തിയ പോലെ ഇവിടെയും നടത്തിയിരുന്നു. വാരാണസിയിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? ദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാരാണസി തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടന്നത്. നരേന്ദ്രമോദി സ്ഥാനാർത്ഥിയാവുകയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് എതിരാളിയായി വരികയും ചെയ്തതോടുകൂടി ഇവിടെ ഇന്ത്യയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ ശ്രദ്ധ വാരാണസിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തീർച്ചയായും വാരാണസിയിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളിൽ 5ലും BJP വിജയിച്ച സീറ്റാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് വാരാണസിയിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും BJPക്ക് നിർത്താൻ പറ്റുന്ന ഏറ്റവും ലഭ്യമായ ഏറ്റവും വലിയ സ്ഥാനാർത്ഥി കൂടിയാണ്. എങ്കിൽ പോലും ഇവിടെ BJP ഉദ്ദേശിക്കുന്ന അത്ര തരത്തിലുള്ള വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ അവസാന ഘട്ടത്തിലെങ്കിലും ചുരുക്കത്തിൽ അവസാന ഘട്ടത്തിലെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ വസ്തുത. അതിന് കാരണം അവസാന 10 ദിവസങ്ങളിൽ, വോട്ടെടുപ്പിന് തൊട്ടു മുമ്പുള്ള അവസാന 10 ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും വാരാണസിയുടെ ഗ്രാമാന്തരങ്ങളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും വാരാണസിയിൽ ഉൾപ്പെട്ട 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉടനീളം നടത്തിയ പ്രചാരണം തീർച്ചയായും വലിയ തോതിലുള്ള സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി എന്ന ഒരു വിശ്വാസം
BJP-ക്ക് പോലുമുണ്ട്. അതിന് കാരണം ഞങ്ങൾ അവിടെ ചെന്ന ദിവസം സംസാരിച്ച ഒരു BJP നേതാവ് അന്ന് പറഞ്ഞത് 3 മുതൽ 5 ലക്ഷം വരെ വോട്ടിന് നരേന്ദ്രമോദി അനായാസം ജയിക്കും എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി ജയിക്കും, ഒരു വോട്ടിനെങ്കിൽ ഒരു വോട്ടിന് നരേന്ദ്രമോദി ജയിക്കും എന്ന് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതാണ് BJP-യുടെ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ആത്മവിശ്വാസം. ശരി ബിനു, തീർച്ചയായും ഏത് തരത്തിലാണ് നാളെ അത് ഉരുത്തിരിഞ്ഞ് വരുന്നത്? കാരണം പലതരത്തിലുള്ള ഇക്വേഷൻസ്, പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ, നീക്കങ്ങളൊക്കെ കണ്ടൊരു പ്രദേശത്ത് എങ്ങനെയാണ് വാരാണസി രാഷ്ട്രീയമായി നാളെ പ്രധാനമാകാൻ പോകുന്നതെന്നും കണ്ടറിയേണ്ടത് തന്നെയാണ്. നന്ദി ബിനു. എന്തായാലും ഈ ഘട്ടത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെ നരേന്ദ്രമോദിക്ക് സ്വന്തം ശക്തി തെളിയിക്കേണ്ട മണ്ണ് കൂടിയുണ്ട്. അവിടേക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും അവിടുത്തെ ചിത്രവുമായി നമ്മോടൊപ്പം മറ്റ് റിപ്പോർട്ടർമാർ, പ്രതിനിധികളെല്ലാം ഉണ്ട്. തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം. തീർച്ചയായും NDAക്ക് BJP-ക്ക് തനിച്ച് വലിയ നമ്പറില്ലാത്ത, അതേസമയം ഇത്തവണ വലിയ നമ്പർ പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശും ബീഹാറുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി തീർച്ചയായും ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ BJP അധികാരത്തിലിരിക്കുകയും നരേന്ദ്രമോദി വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഒരു ചിത്രം, അതായത് BJP അധികാരത്തിലിരിക്കുന്ന ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ഒരു കണക്ക് നോക്കിയാൽ ഗുജറാത്തിൽ NDAക്ക് 24 സീറ്റ് വരെ കിട്ടും. ആകെ 26 സീറ്റാണുള്ളത്. ഈ ഒരു പൈസാട്ടിൽ ഏറെക്കുറെ മുഴുവൻ ഭാഗവും അവരങ്ങ് അപഹരിക്കുന്ന സാഹചര്യമാണ്. 24 സീറ്റ് വരെ കിട്ടും. UP-യിലും തുടരണമെങ്കിൽ നടന്ന് ഇവിടെ വരെ എത്തണം. 2 സീറ്റാണ് അവർക്ക് ആകെ അവിടെ പ്രവചിക്കപ്പെടുന്നത്. ABP ന്യൂസിന്റെ സർവേയിലാണ് 26 സീറ്റിൽ 24 NDAക്ക്. മറ്റു ചില സർവേകൾ കൂടി നോക്കിയാൽ എല്ലാം ആധിപത്യം പ്രഖ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ NDAക്ക് തന്നെയാണെന്ന് വ്യക്തം തന്നെയാണ്, BJP-ക്ക് തന്നെയാണ്. 22 സീറ്റുകളാണ് ടൈംസ് നൗ നൽകുന്നത്. 22 സീറ്റാണ് ടൈംസ് നൗ നൽകുന്നത് NDAക്ക്. NDA എന്ന് പറഞ്ഞാൽ BJP തന്നെ. UPA-ക്ക് 4 സീറ്റാണ് അവിടെ. മറ്റുള്ളവർ അപ്രസക്തമായ മേഖലയാണ് അവിടെ. UPA 4 സീറ്റ്. അതായത് വലിയ ആധിപത്യം NDA BJP അവിടെ ഉണ്ടാക്കും. അതായത് സ്വന്തം പ്രധാനമന്ത്രിക്ക് വേണ്ടി ആ മണ്ണ് കൂടുതൽ വോട്ട് നൽകുമെന്ന് കണക്കുകൾ പറയുന്നു. മറ്റൊരു സർവേ കൂടി നോക്കിയാൽ മധ്യപ്രദേശിലേക്ക്, തീർച്ചയായും ഗുജറാത്തിലെ 2 കണക്കാണ് കണ്ടത്. മധ്യപ്രദേശിൽ തീർച്ചയായും നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ എന്ന പേര് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രദേശമാണത്. ശിവരാജ് സിംഗ് ചൗഹാന്റെ ഒരു വ്യക്തിപ്രഭാവം, അഡ്വാനി പക്ഷക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. 29 സീറ്റുള്ള മധ്യപ്രദേശിൽ 26 സീറ്റ് നേടും എന്നതാണ്, അതും വലിയ ആധിപത്യമാണ്. 26 സീറ്റ് നേടും എന്നതാണ് ഈ നടക്കുന്നത് മുഴുവൻ NDAക്ക് വെച്ചിട്ടുള്ള പ്രദേശത്തോടുകൂടിയാണ്. അതിനപ്പുറത്ത് കാണുന്ന ഈ ചെറിയ മേഖല മാത്രമാണ് UPA-ക്ക് 3 സീറ്റ്. 26ഉം 3ഉം 29 സീറ്റ് ആകെയുള്ളതിൽ 26 സീറ്റ് NDAക്ക് എന്ന് പറയുന്നു. CNN IBN മധ്യപ്രദേശിൽ. NDTV-യുടെ സർവേ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും തന്നെയാണ്, പറയേണ്ട കാര്യമില്ല. അവിടെയും വ്യക്തമായി തന്നെ വലിയ ആധിപത്യം. 24 സീറ്റ് എന്ന് പറയുന്നു. 24 സീറ്റ് അവർക്ക് പറയുന്നു. 5 സീറ്റ് UPA-ക്ക്, കോൺഗ്രസിന് 5 സീറ്റ് മധ്യപ്രദേശിൽ NDTV പ്രവചിക്കുന്നു. തീർച്ചയായും ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ പോകുന്നത്? PS രാജീവുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാജീവ്, മറ്റിടങ്ങളിൽ വലിയ തന്ത്രം, കുറെ കാലങ്ങളായുള്ള തന്ത്രം നടപ്പാക്കുന്നു. പക്ഷേ സ്വന്തം മണ്ണിലെ കരുത്ത് അവർക്ക് തെളിയിച്ചേ പറ്റൂ. 80 സീറ്റിന്റെ അടുത്ത് ഈ 3 സംസ്ഥാനങ്ങളും ചേർന്ന് വരുമെന്നിരിക്കെ എത്ര വലിയൊരു ബ്ലോക്കായി പാർലമെന്റിലേക്ക് BJP പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? തീർച്ചയായും ഹിന്ദി ഹൃദയഭൂമിയിൽ അങ്ങേയറ്റം സീറ്റുകൾ നേടുക, അതായിരുന്നു BJP-യുടെ പ്രഖ്യാപിത നയം. അതിനുവേണ്ടിയിട്ടുള്ള വൻ പ്രചാരണമായിരുന്നു അവർ നടത്തിയത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത്, രാജസ്ഥാൻ, ഈ 2 സംസ്ഥാനങ്ങൾ അങ്ങേയറ്റം പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. ഗുജറാത്ത് നമുക്കറിയാം മോദിയുടെ തട്ടകമാണ്. അദ്ദേഹം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 3 തവണ ഹാട്രിക് വിജയം നേടിയ സംസ്ഥാനം കൂടിയാണ്. ഇവിടെ അങ്ങേയറ്റം 26 നേടുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. പക്ഷേ പ്രവചനങ്ങൾ എത്തുന്നത് 22 സീറ്റുകൾ എന്ന രീതിയിലാണ് ശരാശരി. അതായത് 4 സീറ്റ് കോൺഗ്രസിന് പോകും എന്നും പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ BJP നടത്തിയ പ്രചാരണം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സാധാരണ ബൂത്ത് തല പ്രചാരണത്തെ വീണ്ടും വിഭജിച്ചുകൊണ്ട് മൈക്രോ ബൂത്ത് മാനേജ്മെന്റ് ആയിരുന്നു അവർ നടത്തിയത്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജിന് ഒരു പ്രവർത്തകൻ, ഒരു വോളണ്ടിയർ എന്ന രീതിയിലായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജ് എന്ന് പറയുമ്പോൾ 45-50 പേര് വരും. അതായത് 10-15 കുടുംബങ്ങൾ. ഈ 10-15 കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ വൻതോതിലുള്ള പ്രചാരണം ഗുജറാത്തിൽ BJP കാഴ്ചവെച്ചു. അതിന്റെ ഗുണം വോട്ടിംഗ് പെർസെന്റേജിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 38-39% കിട്ടിയിരുന്നുവെങ്കിൽ അത് 45-ന് മുകളിലേക്ക് പോകും എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും 22 എന്ന നിലയിൽ ഒരുപക്ഷെ ഗുജറാത്തിൽ അവരുടെ ടാലി നിൽക്കും എന്നാണ് കരുതുന്നത്. കാരണം മൈക്രോ ബൂത്ത് മാനേജ്മെന്റ് കഴിഞ്ഞ തവണ മധ്യപ്രദേശിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണ്. ഈ നമ്പറുകളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരുപക്ഷെ വഡോദരയിൽ BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷത്തിനും ഉണ്ടാകും. 3 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടി ഒരുപക്ഷെ റെക്കോർഡ് ഭൂരിപക്ഷം
ഭൂരിപക്ഷം നേടി വിജയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി BJPക്കുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ തന്റെ ഒരു അപ്രമാദിത്വം വീണ്ടും വരുത്തി കാട്ടുന്നതിന് വേണ്ടിയിട്ട് മോദി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഗുജറാത്തിലെ ഒരു ചിത്രം. രാജസ്ഥാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കഴിഞ്ഞ തവണ വസുന്ധര രാജ സിന്ധ്യ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വൻ വിജയം നേടിയ സംസ്ഥാനമാണ്. അവിടെ വസുന്ധരയുടെ ആ ഒരു ഇമേജ് അത് BJPക്ക് ഗുണമാകുമെന്ന് കരുതുന്നുണ്ട്. മാത്രമല്ല മോദി തരംഗവും വൻതോതിൽ അവിടെ പ്രചരിച്ചിരുന്നു. 63% അവിടുത്തെ രാജസ്ഥാനിലെ വോട്ടിംഗ് പെർസെന്റേജ്. കഴിഞ്ഞ തവണ 47%. ഇതും പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം നിർണായക വോട്ട് മേഖലകളിലൊക്കെ തന്നെ തീർച്ചയായും താഴേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയതും പാർട്ടിക്ക് ഗുണമാകും എന്നും കരുതുന്നു. എന്തായാലും മധ്യപ്രദേശിലേക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മധ്യപ്രദേശിൽ മോദി തരംഗത്തിന് വലിയ പ്രഭാവം ചെലുത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും അവിടെ 24 സീറ്റുകൾക്ക് മുകളിൽ ലഭിക്കും എന്ന് തന്നെയാണ്. തീർച്ചയായും ഈ 3 സംസ്ഥാനങ്ങളും വലിയ തോതിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കും നാളത്തെ ജനവിധി വരുമ്പോൾ എന്ന് തന്നെയാണ് BJP, നരേന്ദ്രമോദി ഒക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളും ഏത് തരത്തിലാണ് ഒരുപക്ഷെ പ്രവർത്തിക്കുക അവരുടെ ജനവിധി എഴുത്തിൽ എന്ന്. പക്ഷേ BJPക്ക് അനുകൂലമാകാൻ ഈ ഘട്ടത്തിൽ സാധ്യതയുള്ളതും ഇപ്പോൾ BJPക്ക് ഒപ്പം നിൽക്കാത്തതുമായ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിൽ മമതാ ബാനർജി എടുക്കുന്ന നിലപാട് എന്താകും എന്നത് വ്യക്തമാണ്. എൻ്റെ മുന്നിൽ കാണുന്ന ഈ 5 മുഖങ്ങൾ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളാണ്. അതിൽ തീർച്ചയായും അങ്ങേ അറ്റത്ത് കാണുന്ന AIADMK അധ്യക്ഷ തമിഴ്നാട്ടിൽ 26 സീറ്റ് അവർക്ക് കിട്ടിയേക്കാമെന്നാണ് സർവേകൾ പറയുന്നത്. അതിനപ്പുറത്ത് TMCയിലേക്ക് വന്നാലും വളരെ വ്യക്തമായി തന്നെ 25 സീറ്റ് കിട്ടും എന്നുള്ള കണക്കുകൾ അവർക്ക് നൽകുന്നുണ്ട് സർവേകൾ ബംഗാളിൽ. ഇപ്പുറത്ത് കാണുന്ന ബിജു ജനതാദളിന്റെ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ 12 സീറ്റ് കിട്ടും. അതായത് ആകെയുള്ള 21-ൽ ഒഡീഷയിൽ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം ബിജു ജനതാദൾ കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. TRSും അപ്പുറം നിൽക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയും വളരെ നിർണായകമാണ്. TRS 10 സീറ്റ് തെലങ്കാന മേഖലയിൽ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ നിയമസഭയിലും അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ അധികാരം പിടിക്കാൻ, ആദ്യമായി തെലങ്കാന ഒരു സംസ്ഥാനമാകുമ്പോൾ പിടിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. സീമാന്ധ്ര മേഖലയിൽ 13 സീറ്റോടുകൂടി ജഗൻമോഹൻ റെഡ്ഡി അവിടെ വലിയ ശക്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 5 മുഖങ്ങളുടെ പ്രസക്തി ഈ സമയത്ത് എന്ന് പറയുന്നത് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് NDA എന്ന് വളരെ ശക്തമായി പറയുന്നുണ്ട്. അതിന്റെ കാരണം തീർച്ചയായും ഏതെങ്കിലും സാഹചര്യത്തിൽ 272 എത്താൻ പറ്റിയില്ലെങ്കിൽ, ഇനി അതല്ല 272 പറ്റിയാലും ഒരു സ്റ്റേബിൾ ഗവൺമെന്റാണ് ലക്ഷ്യമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ മുഖങ്ങളെല്ലാം പ്രധാനമാണ്. ഇതിൽ ആരൊക്കെയാണ്, ഈ കാണുന്ന നവീൻ പട്നായിക് ഉൾപ്പെടെ ആരൊക്കെയാണ് BJPക്ക് ഒപ്പം പോകാൻ സാധ്യതയുള്ളത് എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു. അങ്ങനെ 4 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പുതുതായി പറയുമ്പോൾ 5 സംസ്ഥാനങ്ങൾ കൂടി ആ തരത്തിൽ നിർണായകമാണ്. എത്രത്തോളം നിർണായകമാണ് എന്ന് പറയാൻ പ്രശാന്ത് R നായരുണ്ട് എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന്. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ ഇന്ന് നേരത്തെ തന്നെ ഈ വാതിൽ അങ്ങനെ ഇടേണ്ട കാര്യമില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. ജയലളിത ഇന്നലെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ആളെ പുറത്താക്കിയിട്ടുണ്ട്. TRS അങ്ങനെ ഒരു സഖ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം വ്യക്തമായൊന്നും പറയാതെ ജഗൻമോഹൻ റെഡ്ഡി നിൽപ്പുണ്ട്. BJDക്ക് അങ്ങനെ വലിയ തത്വശാസ്ത്ര പ്രശ്നങ്ങളൊന്നും BJPയുമായി ഇല്ല. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ബാന്ധവം ആവശ്യമായി വന്നാൽ ഇവരൊക്കെ ആകുമോ, ഒരു നമ്പർ കുറഞ്ഞാലും ഒക്കെ BJPയെ സഹായിക്കാൻ വരുന്നത്? അതിനുള്ള സാധ്യതകൾ എത്രത്തോളം? തീർച്ചയായും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാവുകയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ശേഷം വിവിധ പാർട്ടികളിൽ നിന്നുണ്ടാവുക. ഇത് മുമ്പിലത്തെ ഇതൊരു ചരിത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ BJPക്ക് മുന്നിലുള്ള സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 5 സാധ്യതകൾ BJPയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്നതിനായി പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ സാധിക്കുന്നത് 300-ലേറെ സീറ്റുകൾ NDA സഖ്യം നേടുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അതിവിദൂരമായ ഒരു സാധ്യത മാത്രമാണുള്ളത്. രണ്ടാമത്തെ സാധ്യത കേവല ഭൂരിപക്ഷമായ 272 സീറ്റുകൾ അല്ലെങ്കിൽ അതിന് ഒരു അല്പം മുകളിലേക്ക് പോകുന്ന സീറ്റുകൾ നേടുക. എങ്കിൽ പോലും NDAക്ക് തന്നെ ഒരു ഭരണം നടത്താവുന്ന സാഹചര്യം അപ്പോൾ വരികയില്ല, സുഗമമായ ഭരണം നടത്താനുള്ള സാഹചര്യം വരികയില്ല. കാരണം രാജ്യസഭയിലെ ഭൂരിപക്ഷം, അതുപോലെ തന്നെ വിവിധ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നതിന് വേണ്ട ഭൂരിപക്ഷം തുടങ്ങിയ വിവിധ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവർ ചില ചെറുകക്ഷികളെ കൂടെ കൂട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു സാഹചര്യം. അതായത് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് വരുന്ന ഒരു സംഖ്യ NDAക്ക് ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു 10 സീറ്റ് അല്ലെങ്കിൽ ഒരു 15 സീറ്റുകളുടെ വ്യത്യാസത്തിൽ NDA എത്തി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതാനും ചെറുകക്ഷികളിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ പോവുക. അവിടെയാണ് ഈ പറഞ്ഞ അയ്യപ്പദാസ് നേരത്തെ സൂചിപ്പിച്ച ചില സംസ്ഥാനങ്ങളിലെ ചെറു പാർട്ടികളുടെ കാര്യത്തിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം TRS തന്നെയാണ്, തെലങ്കാന രാഷ്ട്രസമിതി. അവിടെ തെലങ്കാന മേഖലയിൽ 10 സീറ്റെങ്കിലും നേടും എന്നുള്ള ആണ് പൊതുവിൽ അഭിപ്രായ എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കൂട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. TRSനെ സംബന്ധിച്ച് BJPയോട് ഒരു അയിത്തമോ അല്ലെങ്കിൽ അവരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ള നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല തെലങ്കാന മേഖലയിൽ കോൺഗ്രസ് ആണ് അവർ പ്രധാന ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ക്ഷമിക്കണം, സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. തീർച്ചയായും ഈ സാധ്യതകളൊക്കെ നാളത്തെ പകലും പിന്നിലുള്ള പകലുകളും
നിർണായകവുമാണ്. എന്താണെങ്കിലും ഡോക്ടർ അനിൽകുമാർ, ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഇവരൊക്കെ എത്രത്തോളം BJP സഹായിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ പോകുന്നത് സുഷമ സ്വരാജ് മന്ത്രിസഭയിലേക്കില്ല. അപ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ മോദി ക്യാമ്പ് മാത്രമാണ് BJP എന്ന തലത്തിലൊക്കെ കേട്ടിരുന്നല്ലോ. ഇതൊക്കെ ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണോ? ഇത് ശരിക്കും നാളത്തെ ഫലത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. നാളെ തീർച്ചയായിട്ടും പിന്നെ BJPക്ക് വളരെ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോട് 300 കടക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ പക്ഷേ 280 കടന്ന് പോകാൻ BJPക്ക് കഴിഞ്ഞാൽ ഏറെക്കുറെ മോഡിക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടും എന്ന് നമ്മൾ കരുതണം. അതുപോലെ തന്നെ പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള അലയൻസിലുള്ള ഓപ്ഷൻസ്, ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ബിജു ജനതാദൾ, അതുപോലെ തന്നെ മായാവതി, മമതാ ബാനർജി, അതുപോലെ തന്നെ ജയലളിത, ഇവരുടെയൊക്കെ നിലപാടുകൾ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമായി മാറുകയാണ്. പല രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ജയലളിതയുടെ പാർട്ടിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായ അത് പറഞ്ഞയാളെ പുറത്താക്കിയ ഒരു കാര്യം ഇന്ന് വാർത്തയായി വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ഭൂരിപക്ഷം കിട്ടാതെ വന്നാൽ തീർച്ചയായിട്ടും പൊട്ടിത്തെറി വളരെ ശക്തമാവുകയും, പക്ഷേ അപ്പോഴും മോഡിയെ പല കാര്യങ്ങൾക്കും ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായി വരും, നേതൃത്വത്തിന് തന്നെ. കാരണം പല സഖ്യങ്ങളും വരിക നാളത്തെ പകൽ തന്നെ വ്യക്തമാകും. നന്ദി ഡോക്ടർ അനിൽകുമാർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ ആർക്ക് എന്ന ചോദ്യത്തിന് അത്ര തന്നെ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ 20-ൽ എത്ര, ആർക്കൊക്കെ എന്ന ചോദ്യത്തിന് തീർച്ചയായും LDFും UDFും എത്ര സീറ്റ് നേടും? നരേന്ദ്രമോദി ഒരു കാറ്റൊക്കെ വീശുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് വരും? ചില കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ, പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായും അത് നൽകുന്നത്, ഇപ്പോൾ ഈ പറയുന്ന പോലെയാണെങ്കിൽ കൃത്യമായി അതിൽ ആധിപത്യം എന്നത് UDFിനാണ് എന്ന് എല്ലാ സർവേകളും ഏറെക്കുറെ പറയുന്നുണ്ട്. ഈ പറയുന്നത് CNIBന്റെ കണക്കാണ്. അത് 13 സീറ്റ് വരെ പറയുന്നു. UDFന്, LDFന് 7 സീറ്റ് മാത്രമാണ് അവർ പ്രവചിക്കുന്നത്. BJP അക്കൗണ്ട് തുറക്കില്ല, ഏറ്റവും താഴെ ഒരു 0 അവിടെ നിൽക്കുക മാത്രമാണ് സംഭവിക്കുന്നത്. ഇതാണ് CNIBN പറയുന്ന കണക്ക്. മറ്റ് സർവേകളും മൊത്തത്തിൽ പൊതുവിൽ നൽകുന്നത് UDFന് അനുകൂലമായ സാഹചര്യമാണെന്നാണ്. NDTVയുടെ കണക്ക് പരിശോധിച്ചാൽ കൃത്യമായി തന്നെ നമുക്കറിയാം. NDTV നൽകുന്ന കണക്കുകളും ആധിപത്യം നൽകുന്നത്. പക്ഷേ NDTVയുടെ കണക്കിൽ അത് തുല്യമാണ്. 10-10 എന്ന നിലയ്ക്കിലാണ് അവർ പറയുന്നത്. UDFന് 10 സീറ്റ്, LDFന് ഇപ്പുറത്ത് വന്നാൽ 10 സീറ്റ്. BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യമില്ലെന്ന് അവർ പറയുന്നു. ടൈംസ് നൗ ആണ് ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അവരുടെ കണക്കുകൾ പ്രകാരം 18 സീറ്റ് വരെ നേടും UDF എന്ന തരത്തിലേക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഈ കാണുന്ന പോലെ 18 സീറ്റിലേക്ക് എത്തും UDF എന്നാണ് ടൈംസ് നൗ പറയുന്നത്. 2 സീറ്റിലേക്ക് ഒതുങ്ങും LDF എന്ന്. വളരെ പരിതാപകരമായ സ്ഥിതിയാണെന്ന് അവർ പ്രവചിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം എത്തുമോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. അവിടെയും BJP അക്കൗണ്ട് തുറക്കുന്നില്ല, 0 ABP സർവേ കൂടി. ആ സർവേയുടെ പ്രാധാന്യം BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നതാണ്. അവരുടെ കണക്കിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ, ABPയുടെ സർവേയിൽ പറയുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോഴും UDFനാണ് ആധിപത്യമെന്നും പറയുന്നു. രാജീവ് ദേവരാജുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രാജീവ്, എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ കണക്കുകളൊക്കെ ഉണ്ട്. 16 വരെ നേടാമെന്ന് പന്ന്യൻ രവീന്ദ്രൻ, 14 കോടിയേരി. ഈ പാർട്ടികൾ മുഖ്യ പ്രതിപക്ഷവും UDFും ഒക്കെ പ്രധാനമായി പ്രതീക്ഷിക്കുന്ന എത്രയാണ് പുറത്ത് പറയുന്നതിനപ്പുറത്ത്? ഇപ്പോൾ എക്സിറ്റ് പോളിന്റെ കണക്ക് നോക്കിയാൽ തന്നെ UDFന് ഏതാണ്ട് 8 മുതൽ 18 സീറ്റുകൾ വരെ നേടാമെന്ന് വിവിധ ഏജൻസികൾ പ്രവചിക്കുന്നു. അതുപോലെ തന്നെ LDFന് 12 വരെ സീറ്റുകൾ നേടാമെന്നും, അതുപോലെ 6 മുതൽ 12 വരെ സീറ്റുകൾ നേടാമെന്ന്, 2 മുതൽ 12 വരെ സീറ്റുകൾ നേടാമെന്ന് വിവിധ ഏജൻസികൾ പ്രവചിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ വോട്ടർമാരുടെയും മറ്റു രാഷ്ട്രീയ നേതാക്കളുടെയും താൽക്കാലികമായ ഒരു ആകാംക്ഷയ്ക്കുള്ള ശമനം എന്നുള്ളതിൽ ഉപരി നമുക്ക് യഥാർത്ഥ ഫലം നാളെ വരും എന്നിരിക്കെ ഇനി ഇത്തരത്തിലുള്ള ഒരു അധികമുള്ള ഒരു കണക്കൂട്ടലുകൾക്കൊന്നും ഒരു സാധ്യതയുമില്ല. ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്, UDFന് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതിന് അത്ര ഒരു വിജയമോ അല്ലെങ്കിൽ അതിനേക്ക് മുകളിലേക്ക് പോകുന്ന ഒരു വിജയം നേടും എന്ന് ഒരുപക്ഷെ നമുക്ക് ആർക്കും കരുതാൻ കഴിയില്ല. അതുപോലെ തന്നെ LDFന്റെ നില കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കൂടി മെച്ചപ്പെടുന്നതുമായിരിക്കും. ഇത്തരം ഒരു ഫലം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇരു ക്യാമ്പുകളിൽ തന്നെയും ഉള്ള പ്രതീക്ഷ. അതിനപ്പുറം കൃത്യമായ ഒരു പ്രവചനമോ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലോ നമുക്ക് സാധ്യമല്ല. അത് നാളത്തെ ഫലത്തിന് തന്നെ വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. നന്ദി രാജീവ്. തീർച്ചയായും ഇത് നിർണായകം തന്നെയാണ്. UDF ക്യാമ്പിനും അതുപോലെ LDF ക്യാമ്പിനും അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണ് നാളെ കേരളത്തിൽ വരുന്ന നമ്പറും. പക്ഷേ കേരളത്തിൽ 20-ൽ എത്ര എന്നതിനപ്പുറത്ത് ഇന്ത്യ ആർക്ക് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ ടൈറ്റിൽ പോലെ. കാരണം ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 2 താരങ്ങൾ തന്നെയാണ് പ്രധാനം ആവുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്.
രാഹുൽ ഗാന്ധിക്ക് എന്ത് നേടാൻ കഴിയുന്നു അപ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി UPA-യുടെ? മറിച്ച് നേരത്തെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തന്ത്രങ്ങളിലൊക്കെ മുന്നോട്ട് പോയെന്ന് വിലയിരുത്തപ്പെടുന്ന നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 10 പകലുകളിൽ ഓരോ വോട്ടും വിനിയോഗിച്ച ഇന്ത്യൻ വോട്ടർമാർ ആരെയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ 2014 ചാമ്പ്യനാക്കിയിട്ടുള്ളത് എന്നറിയാൻ അല്പനേരം കൂടി 12 മണിക്കൂർ കൂടി കാത്തിരിക്കണം. തീർച്ചയായും ഏറ്റവും പുതിയ വിവരങ്ങളും അപ്ഡേറ്റ്സുമായി ഇന്നിപ്പോൾ കണ്ടതുപോലുള്ള ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുമായി ഞങ്ങൾ തീർച്ചയായും ഈ മണിക്കൂറുകളിൽ ഒപ്പമുണ്ട്. മനോരമ ന്യൂസിനൊപ്പം തന്നെ തുടരുക. തൽക്കാലം വിട പറയുന്നു.